إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, റബ്ബിനുള്ള ഇബാദത്തുകളിൽ, ഹൃദയം കൊണ്ടുള്ള ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റത്തെ പ്രാധാന്യമുള്ള ഖൽബിൻ്റെ അമലുകളിലൊന്നാണ് അള്ളാഹുവിനോടുള്ള മഹബ്ബ, അവനോടുള്ള സ്നേഹം. റബ്ബിനോടുള്ള സ്നേഹവും അവനെക്കുറിച്ചുള്ള ഭയവും അവനെക്കുറിച്ചുള്ള പ്രതീക്ഷയും, മഹബ്ബത്തും ഖൗഫും റജാവും, ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ്, ഹൃദയത്തിൻ്റെ ഈ മൂന്ന് പ്രവർത്തനങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖൽബ് കൊണ്ടുള്ള അമലുകൾ. ബാക്കി ഹൃദയം കൊണ്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുൽ തവക്കുലാക്കുക, അവനിലേക്ക് കേണുമടങ്ങുക പോലെയുള്ള ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതാ ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷം മാത്രം വരുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മൂന്നെണ്ണമാണ്. അത് റബ്ബിനോടുള്ള സ്നേഹവും അവനെക്കുറിച്ചുള്ള ഭയവും അവനോടുള്ള പ്രതീക്ഷയുമാണ്. ഈ മൂന്നും ഒരു മുഅ്മിനിൻ്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം, എങ്കിലേ അവൻ മുഅ്മിനാവുകയുള്ളൂ. നോക്കൂ, അതിലാദ്യത്തേത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്, റബ്ബിനോടുള്ള മഹബ്ബ. നമ്മുടെ ഈമാനിന് ഒരാത്മാവുണ്ട് എങ്കിൽ അത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അവൻ്റെ അടിമകളായി ഓരോ മുഅ്മിനും ജീവിക്കുന്നത് ഇതാ ഈ അടിത്തറയുടെ മുകളിലാണ്. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം. ആ സ്നേഹം അവനല്ലാതെ മറ്റാരോടും മറ്റൊന്നിനോടും ഒരു മുഅ്മിനിന് ഉണ്ടായിക്കൂടാ. മറ്റെല്ലാത്തിനോടുമുള്ള സ്നേഹം ഇതിനു കീഴെ മാത്രമായിരിക്കണം. മനുഷ്യർ പൊതുവെ പലതിനെയും സ്നേഹിക്കാറുണ്ട്. പ്രകൃത്യ മനുഷ്യൻ പലതിനോടും ഇഷ്ടമുള്ളവനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നു, സമ്പത്തിനെ മനുഷ്യൻ സ്നേഹിക്കുന്നു, നമ്മുടെ കച്ചവടം, നമ്മുടെ ജോലി, നമ്മുടെ വീട്, നമ്മുടെ നാട്, ഇതിനോടെല്ലാം മനുഷ്യന് അവൻ്റെ പ്രകൃതിയാ തന്നെ ഉള്ള സ്നേഹമുണ്ട്. പക്ഷേ നോക്കൂ, ആ സ്നേഹമെല്ലാം അനുവദിക്കപ്പെടാൻ ചില നിബന്ധനകളുണ്ട്. അതിലൊന്നാണ്, ആ സ്നേഹം ഒരിക്കലും അള്ളാഹു വിലക്കിയ കാര്യങ്ങളോടായിരിക്കാൻ പാടില്ല. ഒരാൾ മദ്യത്തെയോ വ്യഭിചാരത്തെയോ അതുപോലുള്ള വൃത്തികേടുകളെയോ ഇഷ്ടപ്പെടുക പാടില്ല, ഹറാമാണ്. അതുപോലെ ഈ നാം സ്നേഹിക്കുന്ന വസ്തുക്കൾ ഒരിക്കലും അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ നിന്ന് നമ്മെ ശ്രദ്ധ തെറ്റിച്ചു കളയാൻ, നമ്മെ അശ്രദ്ധരാക്കി കളയാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്റില്ലാഹ്. ഓ മുഅ്മിനുകളെ, നിങ്ങളുടെ സമ്പത്തോ നിങ്ങളുടെ സന്താനങ്ങളോ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തെറ്റിച്ചു കളയാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്. മൂന്നാമത്തെ നിബന്ധന,
ഈ പറയുന്ന കാര്യങ്ങളോടൊന്നുമുള്ള സ്നേഹം ഒരിക്കലും അള്ളാഹുവിനോടുള്ള സ്നേഹത്തിനെ പോലെ, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ പോലെ അതുപോലെ തുല്യമാകാൻ, അതിനോടടുപ്പിച്ചാകാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, എന്നാൽ റബ്ബിനോടുള്ള സ്നേഹമെന്ന് പറയുന്നത് മറ്റൊരാളോടും നമുക്കില്ല. ഒരാളോടും ആ സ്നേഹം ഉണ്ടായിക്കൂടാ. പ്രിയമുള്ളവരെ, ആ സ്നേഹം റബ്ബിനെ കുറിച്ചുള്ള അവനോടുള്ള മഹബ്ബത്ത് അത് ഹൃദയത്തിലുണ്ടാകണോ? രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ശരിക്ക് പഠിക്കുകയും മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്താൽ അള്ളാഹുവിനെ സ്നേഹിക്കാതിരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. ഒന്ന് റബ്ബിൻ്റെ വിശേഷണങ്ങളാണ്, അവനെക്കുറിച്ച് നീ പഠിക്കുക എന്നതാണ്. അള്ളാഹുവിനെക്കുറിച്ച് നീ അറിഞ്ഞാൽ അവനെ സ്നേഹിക്കാതിരിക്കാൻ ഒരിക്കലും നിനക്ക് സാധ്യമല്ല. എന്നല്ല, അവനെപ്പോലെ മറ്റൊരാളെയും മറ്റാരെയും സ്നേഹിക്കാൻ നിനക്ക് സാധ്യമാവുകയില്ല. അവനെപ്പോലെ ഏറ്റവും ഭംഗിയുള്ള മറ്റാരുണ്ട്? അല്ലാഹു ജമീലുൻ യുഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഏറ്റവും ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു. നീ കണ്ണുകൊണ്ട് ചുറ്റും നോക്കിയാൽ കാണുന്ന മനോഹരമായ കാഴ്ചകളുണ്ടല്ലോ, നിന്നെ ആകർഷിക്കുന്ന, നിന്നെ അത്ഭുതപ്പെടുത്തുന്ന, നിന്നെ ആശ്ചര്യപ്പെടുത്തുന്ന, നിന്റെ മനം കവരുന്ന, നിന്റെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകൾ, യാ സുബ്ഹാനല്ലാഹ്, അവയെല്ലാം സൃഷ്ടിച്ച റബ്ബിൻ്റെ ജമാൽ, അവൻ്റെ ഭംഗി അതേതു ഭംഗിയായിരിക്കും. അവനെ സ്വർഗവാസികൾ നോക്കിക്കണ്ടാൽ അതിനോളം റബ്ബിനെ നോക്കിക്കാണുക എന്നതിനോളം വലിയ സുഖമൊന്നും അവർക്ക് നൽകപ്പെട്ടിട്ടില്ല എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നോക്കൂ, അവനെപ്പോലെ ശക്തനായ മറ്റാരുണ്ട്? അല്ലാഹു ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ. ഏറ്റവും ശക്തിയുള്ള, ഏറ്റവും ബലമുള്ള റബ്ബ്, അവനെപ്പോലെ വിട്ടുവീഴ്ച ചെയ്യുന്ന, അവനെപ്പോലെ മാപ്പാക്കി നൽകുന്ന, അവനെപ്പോലെ കരുണ ചൊരിയുന്ന മറ്റാരുണ്ട്? അവനെപ്പോലെ എല്ലാ ഗിനയും എല്ലാ സമ്പത്തും എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞ മറ്റാരുണ്ട്? ഇങ്ങനെ സ്നേഹത്തിന് മനുഷ്യൻ കാണുന്ന ഏതേത് മാനദണ്ഡങ്ങളുണ്ടോ അതെല്ലാം എടുത്തു വച്ചാലും റബ്ബിനെ പോലെ മറ്റാരെയും കാണാൻ നിനക്ക് സാധ്യമല്ല. എല്ലാവിധ നല്ല വിശേഷണങ്ങളുടെയും പരിപൂർണത അത് റബ്ബിനുള്ളതാണ്. വലഹുൽ മസലുൽ അഅ്ല, അവനുള്ളതാണ് ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങൾ. ഈ പാഠങ്ങൾ നീ പഠിച്ചു വെക്കുക, അള്ളാഹുവിനെ നീ അറിയുക, എങ്കിൽ റബ്ബിനെ നിനക്ക് സ്നേഹിക്കാൻ കഴിയും. അവനെ നിനക്ക് സ്നേഹിച്ചേ പറ്റൂ. അവനോടുള്ള സ്നേഹം അതിലാണ് നിന്റെ നിലനിൽപ്പുള്ളത്. തുസബ്ബിഹു ലഹുസ് സമാവാതുസ് സബ്ഉ വൽ അർദു വമൻ ഫീഹിൻ വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും ഇന്നഹു കാന ഹലീമൻ ഗഫൂറ. ഏഴാകാശങ്ങളും ഭൂമിയും അവയിലുള്ളതുമെല്ലാം അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു, അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, അവനെ സ്തുതിച്ചുകൊണ്ട് എല്ലാം അവനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവയുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇന്നഹു കാന ഹലീമൻ ഗഫൂറ, അവനേറെ സഹിക്കുന്നവൻ, ഏറെ ക്ഷമിക്കുന്നവനും ഏറെ പുറത്തു നൽകുന്നവനാണ്. നോക്കൂ നിങ്ങൾ, ഈ ലോകത്തെ സർവ്വചരാചരങ്ങളും അള്ളാഹുവിൻ്റെ തസ്ബീഹ് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുന്നു, അവനെ സ്തുതിച്ചുകൊണ്ട്. നോക്കൂ, അള്ളാഹുവിനെ സ്നേഹിക്കാതെ അവക്കൊന്നിനും ഇത് ചെയ്യുക സാധ്യമല്ല. തസ്ബീഹും ഹംദും സ്നേഹത്തോടൊപ്പമല്ലാതെ ഉണ്ടാവുകയില്ല. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ലോകത്തെ സകലതും റബ്ബിനെ സ്നേഹിച്ചു കൊണ്ടിരിക്കുന്നു. റബ്ബിനെ സ്നേഹിക്കാതിരിക്കാൻ നിനക്കെങ്ങനെ സാധിക്കാനാണ്? പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കേണ്ടത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ, അതേക്കുറിച്ച് ആലോചിച്ചാൽ ആർക്കാണ് റബ്ബിനെ സ്തുതിക്കാതിരിക്കാൻ കഴിയുക? നീ ഒന്ന് ആലോചിച്ചു നോക്കൂ. നീ വല്ല ഓഫീസിലും ചെന്ന് ഒരു ഫോം പൂരിപ്പിച്ചു നൽകാൻ നിനക്കൊരു 5 മിനിറ്റ് നേരത്തേക്ക്, അല്ലെങ്കിൽ നിൻ്റെ പേരെഴുതി ഒന്ന് ഒപ്പിടാൻ ഒരു നിമിഷത്തേക്ക് ഒരു പേന കയ്യിൽ വേണം, കയ്യിലെടുത്തിട്ടില്ല. അപ്പോൾ അതാ ഒരാൾ നിൻ്റെ നേരെ ആ പേന വെച്ചു നീട്ടുന്നു, അതെഴുതി അയാൾക്ക് തിരിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ ഒരു ചെറിയ ഉപകാരമാണ് നിനക്കൊരാൾ നൽകിയത് എങ്കിൽ പോലും നിൻ്റെ മനസ്സിൽ അയാളോടൊരു അടുപ്പവും ഒരു ചായവും അനുഭവപ്പെടും, യാതൊരു സംശയവുമില്ല. മനുഷ്യൻ്റെ പ്രകൃതമാണ്. മനുഷ്യൻ്റെ പ്രകൃതം എന്നാൽ അവന് ഉപകാരം നൽകിയവരോട് അടുപ്പം തോന്നുക എന്നത് മനുഷ്യൻ്റെ പ്രകൃതിയിൽപ്പെട്ടതാണ്. ഒരിക്കലും അവനത് ഒഴിവാക്കാൻ സാധ്യമല്ല. നീ ഒന്ന് ആലോചിച്ചു നോക്കൂ, 5 രൂപയുടെ ഒരു പേന, അതും നിനക്ക് സ്വന്തം തന്നതല്ല, മറിച്ച് അല്പനേരത്തേക്ക് ഒരു ഉപകാരത്തിന് നിനക്ക് നൽകിയാൽ അവനോട് നിൻ്റെ മനസ്സിൽ ഒരു ചായ്വ് തോന്നുന്നുവെങ്കിൽ, യാ സുബ്ഹാനല്ലാഹ്, വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ,
എണ്ണിക്കണക്കാക്കാൻ സാധിക്കാത്ത അനേകം അനുഗ്രഹങ്ങൾ നിനക്കേകിയ വസ്ബഗ അലൈക്കും നിഅമഹു ളാഹിറതൻ വബാത്തിന, നിങ്ങളെ അവൻ പുറമേക്ക് കാണാവുന്നതും കാണാൻ സാധിക്കാത്തതുമായ അനുഗ്രഹങ്ങളിൽ മൂടിയിരിക്കുന്നു. അള്ളാഹു പറയുകയാണ്, ഈ അനുഗ്രഹങ്ങളെല്ലാം ഏകിയ റബ്ബിനെ നിനക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? നീ എവിടേക്ക് നോക്കിയാലും, മുന്നോട്ടേക്കോ പിന്നോട്ടേക്കോ നിന്റെ കണ്ണുകൾ അയച്ചാലും, വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ നീ നോക്കിയാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളല്ലാതെ കാണുക നിനക്ക് സാധ്യമല്ല. വഫി അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കൂ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, റബ്ബ് നമുക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾ. വെയിലിൽ അതാ റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്ന് ആശ്വാസം കൊള്ളാൻ ഒരു തണൽ നിനക്കേകിയിട്ടുണ്ട് എങ്കിൽ എത്ര വലിയ അനുഗ്രഹമാണ്. ആലോചിച്ചു നോക്കൂ. അതാ ഉറക്കം വരുന്നു, നീ നിന്റെ കിടക്കയിലേക്കൊന്ന് ചാഞ്ഞു കിടന്നു, നീ അതാ ഉറങ്ങുന്നു, ഒരു പ്രയാസവുമില്ലാതെ ഉറങ്ങി നിന്റെ ക്ഷീണം മാറ്റി എഴുന്നേൽക്കുന്നു. എത്ര വലിയ അനുഗ്രഹമാണ് റബ്ബ് നൽകിയത്. നീ പേടിക്കാതെ നിർഭയത്വത്തോടെ രാവിലെ എഴുന്നേൽക്കുന്നു. അന്ന് കഴിക്കാനുള്ള ഭക്ഷണം നിന്റെ പക്കലുണ്ട്, കുടിക്കാൻ സ്വച്ഛമായ വെള്ളമുണ്ട്, നിന്റെ കുടുംബം കൂടെയുണ്ട്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എത്രയാണ് നീ ആസ്വദിക്കുന്നു. ഒരിറക്ക് വെള്ളം അങ്ങ് ഉള്ളിലേക്ക് ഇറക്കിയാൽ ചിന്തിച്ചു നോക്കൂ, എന്തെല്ലാം അനുഗ്രഹങ്ങൾ. നോക്കൂ, അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ അത് എണ്ണി കണക്കാക്കാനോ ക്ലിപ്തപ്പെടുത്തുവാനോ നമുക്കാർക്കും സാധ്യമല്ല. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് പ്രിയമുള്ളവരെ ചിന്തിച്ചാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം നിൻ്റെ മനസ്സിൽ നിറയാതിരിക്കുകയില്ല. ഒന്ന്, അള്ളാഹുവിൻ്റെ സിഫത്തുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, അവൻ്റെ പ്രത്യേകതകൾ. രണ്ട്, അള്ളാഹുവിൻ്റെ ഇൻആം, അവൻ്റെ അനുഗ്രഹങ്ങൾ, അവൻ നിനക്ക് നൽകിയ പ്രയോജനപ്രദമായ അനേകം കാര്യങ്ങൾ. അവൻ നിന്നെ സൃഷ്ടിക്കുകയും നിനക്കുള്ളതെല്ലാം സംവിധാനിക്കുകയും അതെല്ലാം അനുഭവിക്കാൻ നിന്നെ പ്രാപ്തനാക്കുകയും തീർന്നില്ല, എന്നിട്ട് ഒരിക്കലും അവസാനിക്കാത്ത സുഖങ്ങളുടെ ലോകത്തേക്ക്, ദാറുസ്സലാമിലേക്ക്, സ്വർഗത്തിലേക്ക് നിന്നെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി നിന്നെ വിളിക്കാൻ അവൻ്റെ കിതാബുകൾ അവതരിപ്പിച്ചു, നിന്നെ ക്ഷണിക്കാൻ അവൻ്റെ നബിമാരെ അവൻ നിയോഗിച്ചു. എന്നിട്ട് അവനിലേക്ക് തൗബ ചെയ്തു നീ മടങ്ങുന്നേന അവനതാ സന്തോഷിക്കുന്നു. അതാ പകലിനോട് അടുത്തു കഴിഞ്ഞാൽ, ഫജ്റോടോ അടുത്താൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ വിളിക്കുന്നു. അള്ളാഹു വിളിക്കുന്നു, ആരുണ്ട് എന്നോട് പാപമോചനം തേടാൻ? ഞാനവന് പുറത്തു കൊടുക്കാം. ആരുണ്ട് എന്നോട് ചോദിക്കാൻ? ഞാനവന് നൽകാം. ആരുണ്ട് എന്നോട് പ്രാർത്ഥിക്കാൻ? ഞാനവന് ഉത്തരം നൽകാം. അള്ളാഹു ആകാശഭൂമികളുടെ റബ്ബാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസിഉൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസിഉൽ ലൈൽ. അള്ളാഹു രാത്രി അവൻ്റെ കരം നീട്ടിപ്പിടിച്ചിരിക്കുന്നു. പകൽ തെറ്റുകൾ ചെയ്തവൻ അവനിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ. അവൻ പകലിൽ അവൻ്റെ കരം നീട്ടിപ്പിടിച്ചിരിക്കുന്നു. രാത്രി തെറ്റു ചെയ്തവൻ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുവാൻ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സ്വന്തത്തോട് അതിക്രമം ചെയ്തു പോയ എൻ്റെ അടിമകളോട് പറയൂ നബിയെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകരുത്, അതിനെക്കുറിച്ച് നിങ്ങൾ ആശയറ്റവരാകരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവനേറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചൊരിയുന്നവനുമാണ്. ആലോചിച്ചു നോക്കൂ, ഈ റബ്ബിനെ സ്നേഹിക്കാതിരിക്കാൻ നിനക്കെങ്ങനെ സാധിക്കും? അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. അള്ളാഹുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരാവുക. പ്രിയമുള്ളവരെ, ആ സ്നേഹം നീ അതിൽ സത്യസന്ധത പുലർത്തിയാൽ, യഥാർത്ഥ സ്നേഹം നീ റബ്ബിനെ സ്നേഹിച്ചാൽ നിനക്ക് ലഭിക്കുന്ന കാര്യം എന്താണെന്നറിയുമോ? അള്ളാഹു നിന്നെ സ്നേഹിക്കുമെന്നതാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രിയമുള്ളവരെ, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ലൈസ അശ്ശഅ്നു അൻ തുഹിബ്ബ് വലാകിന്ന അശ്ശഅ്ന കുല്ല അശ്ശഅ്ൻ അൻ തുഹബ്ബ്. നീ സ്നേഹിക്കുക എന്നതിലല്ല യഥാർത്ഥ കാര്യം. യഥാർത്ഥത്തിൽ കാര്യമെന്നാൽ അല്ല, യഥാർത്ഥത്തിൽ എല്ലാ കാര്യവും എന്നാൽ അൻ തുഹബ്ബ്, നീ സ്നേഹിക്കപ്പെടുക. അള്ളാഹു നിന്നെ സ്നേഹിക്കുക എന്നതാണ്. അള്ളാഹു ഒരുവനെ സ്നേഹിച്ചാൽ അള്ളാഹു അവനെ ശിക്ഷിക്കുകയില്ല. യഹൂദി നസ്രാനികൾ, അഹ്ലുൽ കിതാബ്, അവർ ഞങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹജനങ്ങളാണ് എന്നും ഞങ്ങൾ അള്ളാഹുവിൻ്റെ മക്കളാണ് എന്നും അവകാശപ്പെട്ടപ്പോൾ അള്ളാഹു അവരെ തിരുത്തിയത് എങ്ങനെയാണ്?
وقالت اليهود والنصارى نحن أبناء الله وأحباؤه قل فلم يعذبكم بذنوبكم بل أنتم بشر ممن خلق. അള്ളാഹു പറയുന്നു, ജൂതന്മാരും ക്രൈസ്തവരും യഹൂദ നസ്രാനികൾ അവർ പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിൻ്റെ സ്നേഹജനങ്ങളും അള്ളാഹുവിൻ്റെ മക്കളുമാണ്. ഖുൽ, ചോദിക്കൂ നബിയെ, ഫലിമ യുഅദ്ദിബുക്കും ബിദുനൂബിക്കും, പിന്നെ എന്തിനാണ് അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുന്നത്? എന്താണ് അതിൻ്റെ മറുവശം? അള്ളാഹു സ്നേഹിച്ചാൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അതാണ് ഖുർആനിൽ അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുക്കുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനാണ്, അവനേറെ കരുണ ചൊരിയുന്നവനാണ്. അള്ളാഹുവിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് എത്ര ജീവിച്ചാലും മനുഷ്യൻ തിന്മകളും അബദ്ധങ്ങളും സംഭവിച്ചു പോകുന്നവനാണ്. പക്ഷേ അള്ളാഹു അവൻ്റെ സ്നേഹജനങ്ങളെ ശിക്ഷിക്കുകയില്ല, അള്ളാഹു അവർക്ക് പുറത്തു നൽകുന്നതാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ അവർക്ക് മാപ്പാക്കി നൽകുന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, റബ്ബിനോടുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞവരാവുക. നമ്മൾ തിരിച്ചറിയുക, ഈ ശ്രേഷ്ഠമായ ഈ വിഷയത്തിൽ ഇസ്ലാമിൻ്റെ പേരിൽ പറയപ്പെടുന്ന, ഇസ്ലാമിലേക്ക് ചേർത്തി പറയപ്പെടുന്ന, എന്നാൽ വഴിപിഴച്ചുപോയ ചില കക്ഷികളുണ്ട്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രധാനമായും 3 കൂട്ടരാണവർ. അവരിലൊരു കൂട്ടർ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് എന്ന വിശേഷണത്തെ നിഷേധിച്ചവരാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആലോചിച്ച് നോക്കൂ. യാ സുബ്ഹാന, അള്ളാഹുവിനെ കാണുക എന്നതിനെ, പരലോകത്ത് റബ്ബിനെ കാണുക എന്നതിനെ നിഷേധിച്ച കക്ഷികളുണ്ട്. അള്ളാഹു ഏറ്റവും വലിയ അനുഗ്രഹമായി എണ്ണി പറഞ്ഞതിനെ തന്നെ തള്ളിക്കളയാൻ മാത്രം ഹൃദയം കടുത്തുറച്ചുപോയ കക്ഷികൾ. അതുപോലെ അള്ളാഹു സ്നേഹിക്കും എന്നതിനെ നിഷേധിച്ചവരുണ്ട്. അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കാനും സാധിക്കുകയില്ല, അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിക്കുകയുമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതിൽ തന്നെ മറ്റൊരു കൂട്ടർ പറഞ്ഞു, അള്ളാഹുവിനെ അങ്ങോട്ട് സ്നേഹിക്കാം, പക്ഷെ അവൻ ഇങ്ങോട്ട് സ്നേഹിക്കുകയില്ല. എന്താണ് പ്രിയമുള്ളവരെ ഈ തരത്തിലുള്ള പിടച്ച വാദങ്ങളുടെ എല്ലാം അടിത്തറ? എങ്ങനെയാണ് ഇവർ ഇത്തരം വാദങ്ങളിൽ എത്തിച്ചേരുന്നത്? അള്ളാഹുവിനെ കുറിച്ച് അവർ വിശ്വസിക്കുന്നത് അള്ളാഹു പഠിപ്പിച്ചതുപോലെയല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെയല്ല എന്നതുകൊണ്ടാണ്. മറിച്ച് അവരുടേതായ പല വാദഗതികളും അവരുടേതായ പല ന്യായങ്ങളും അവർ നേരത്തെ പടച്ചുണ്ടാക്കിയിരിക്കുന്നു. പല നിയമങ്ങളും അള്ളാഹുവിനെ കുറിച്ച് അവർ പടച്ചുണ്ടാക്കിയിരിക്കുന്നു. അതിനോട് യോജിച്ചത് ഖുർആനിലും സുന്നത്തിലും വന്നാൽ അവർ സ്വീകരിക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. നമ്മുടെ നാട്ടിൽ തന്നെ അശ്അരികൾ എന്നറിയപ്പെടുന്ന ആളുകൾ ഈ വാദമുള്ളവരാണ്. അവരിൽ പലരും ഇത് വ്യക്തമായി എഴുതിയിട്ടുമുണ്ട്. അഥവാ അള്ളാഹു സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൂടാ. കാരണം സ്നേഹമെന്ന് പറഞ്ഞാൽ അത് ഹൃദയം ഒരാളിലേക്ക് ചാഞ്ഞു പോകലാണ്. അപ്പം അള്ളാഹു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താണ് ഇവർക്ക് സംഭവിച്ച തകരാറെന്ന് പറഞ്ഞാൽ പടപ്പുകളുടെ സ്നേഹത്തെയാണ് അവർ അള്ളാഹുവിൻ്റെ സ്നേഹമെന്ന് പറയുമ്പോൾ കണ്ണിൽ കാണുന്നത്. അല്ല, സൃഷ്ടികളുടെ സ്നേഹം പോലെയല്ല റബ്ബിൻ്റെ സ്നേഹം. അവൻ്റെ ഒരു വിശേഷണവും പടപ്പിൻ്റേത് പോലെയല്ല, മറിച്ച് അവൻ സ്നേഹിക്കും അവൻ്റെ മഹത്വത്തിന് യോജിച്ചത് പ്രകാരം. നോക്കൂ, പടപ്പുകളുടെ എല്ലാവരുടെയും പരസ്പരമുള്ള സ്നേഹം ഒരുപോലെയാണോ? ഒരിക്കലുമല്ല. നോക്കൂ നിങ്ങൾ, ഒരു പിതാവിനെ മകൻ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? ബഹുമാനപൂർവ്വമുള്ള സ്നേഹമാണത്. ഒരു ഉപ്പ മകനെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അത് ബഹുമാനത്തോടെയുള്ള സ്നേഹമല്ല, ആദരവോടെ ബഹുമാനത്തോടെയുള്ള സ്നേഹം, മറിച്ച് അത് വാത്സല്യത്തോടെയുള്ള സ്നേഹമാണ്. ഒരു അധ്യാപകനെ ശിഷ്യൻ സ്നേഹിക്കുന്നത്, ഒരു അധ്യാപകൻ തിരിച്ചു സ്നേഹിക്കുന്നത്. നോക്കൂ നിങ്ങൾ, പടപ്പുകളുടെ സ്നേഹം തന്നെ പരസ്പരം വ്യത്യാസമുണ്ട്. പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബിൻ്റെ സ്നേഹവും പടപ്പുകളുടെ സ്നേഹവും ഒരുപോലെ ആവുക? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് പർവ്വതത്തെ ചൂണ്ടി പറഞ്ഞു, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ പർവ്വതത്തെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഇത് നമ്മെ സ്നേഹിക്കുന്നു. ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും സ്നേഹിക്കുന്നുവെന്ന് നമ്മൾ വിശ്വസിച്ചിരിക്കണം, നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതെന്തെങ്കിലും ആലങ്കാരിക പ്രയോഗമോ സാഹിത്യ പ്രയോഗമോ മറ്റോ നടത്തിയതല്ല. അത് ഹഖൻ ഹഖീഖതൻ, യഥാർത്ഥത്തിൽ ഉഹദ് പർവ്വതം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു, സഹാബത്തിനെ സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കണം, നിർബന്ധമാണ്. എവിടെ ഉഹദിനൊരു ഹൃദയം, എവിടെ ഹൃദയത്തിൻ്റെ ചായ്വ്? നോക്കൂ, പടപ്പുകളുടെ കാര്യം തന്നെ ഒരുപോലെയല്ല, പിന്നെ എങ്ങനെയാണ് പടച്ച റബ്ബിൻ്റെ കാര്യം ഒരുപോലെ ആവുക?
പടപ്പുകളെ പോലെ ആവുക, അല്ല, അള്ളാഹു സ്നേഹിക്കുമെന്ന് തന്നെ വിശ്വസിക്കണം. അവർ പറഞ്ഞു അള്ളാഹു സ്നേഹിക്കുമെന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചു എന്നാണ്. തെറ്റാണ്. പ്രതിഫലം നൽകാൻ ഉദ്ദേശിക്കുന്നത് വേറെ. ശരിയാണ്, സ്നേഹിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകും. പക്ഷെ രണ്ടുമൊന്നല്ല, ഒരിക്കലും രണ്ടുമൊന്നല്ല. ശരി, അവരുടെ വാദപ്രകാരം നമുക്ക് തിരിച്ചു ചോദിച്ചാൽ അള്ളാഹു പ്രതിഫലം നൽകാൻ ഉദ്ദേശിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. അങ്ങനെ പറഞ്ഞാലും പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാവില്ലേ? പടപ്പുകൾ പലതും ഉദ്ദേശിക്കാറില്ലേ? അള്ളാഹു ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞാൽ അവിടെയും ഈ പ്രശ്നം വരികയില്ലേ? അപ്പോൾ നോക്കൂ, ഇതെല്ലാം പിഴച്ച ന്യായങ്ങളും വാദങ്ങളുമാണ്. അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു ഒരു കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും നന്നായി അറിയുന്ന അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കുക. ഒരു പടപ്പിൻ്റെതും പോലെയല്ല. അതിനൊരു ദുർവ്യാഖ്യാനവും നൽകി ഇല്ലാതാക്കാൻ പാടില്ല. അതിനെ നിഷേധിക്കാൻ പാടില്ല. ഇപ്പം നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് അതിനെ നിഷേധിച്ച കക്ഷികൾ അവർ ഈ വിഷയത്തിൽ വഴിതെറ്റിയവരാണ്. രണ്ടാമത്തെ കൂട്ടർ അവർ സൂഫികളിലെ വഴിപിഴച്ച ഒരു വിഭാഗമാണ്. അവർ പറഞ്ഞു അള്ളാഹു ഒരുവനെ സ്നേഹിച്ചാൽ പിന്നെ അവന് റബ്ബിൻ്റെ നിയമങ്ങളോ വിധിവിലക്കുകളോ ഒന്നും ബാധകമല്ല. അവർ വലായത്തിൻ്റെ ഒരു പദവിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതുകൊണ്ടാണ് അവരിൽ ചില ഔലിയാക്കന്മാരെ കുറിച്ച് പറയുന്നത് അയാൾ നിസ്കരിക്കുകയില്ല, നോമ്പെടുക്കുകയില്ല, അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യുകയും ചെയ്യും. എന്താ കാരണം? അദ്ദേഹത്തിന് മൂപ്പർക്ക് തക്ലീഫ് ഇല്ലാതായിരിക്കുന്നു. ഇനി റബ്ബിൻ്റെ നിയമങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെ ഒരു ദറജയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു ദറജയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കാത്ത അള്ളാഹുവിൻ്റെ സ്നേഹമോ, നബിയോട് റബ്ബ് പറഞ്ഞത് എന്താണ്? വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. നബിയെ, ഏറ്റവും ഉറപ്പായ മരണം അത് വന്നെത്തുന്നതുവരെ താങ്കൾ റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, താങ്കളുടെ റബ്ബിനെ ആരാധിക്കുക. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിനോടടുത്ത വേളയിൽ എഴുന്നേൽക്കാൻ നബിക്ക് സാധിക്കുന്നില്ല. ബോധം പോയിക്കൊണ്ടിരിക്കുന്നു. ബോധമുണരുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പോകാൻ ഒരുങ്ങുകയാണ്. അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല, അവർ അങ്ങേ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് വയ്യാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന് സുജൂദും റുക്കൂഉം ചെയ്യാൻ പോകാൻ ഒരുങ്ങുന്നു. ആ നബിക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത പദവിയോ അതെത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഏത് വലിയാണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിലുള്ളത്? അതല്ല. അങ്ങനെയുള്ളവർ ഒന്നുകിൽ മാനസികാരോഗ്യം നഷ്ടപ്പെട്ട ഭ്രാന്തന്മാരാണ്, അതല്ല എങ്കിൽ അവർ അള്ളാഹുവിൻ്റെ ശത്രുക്കളാണ്, പിശാചിൻ്റെ വലിയകളാണ്, അള്ളാഹുവിൻ്റെ വലിയകളല്ല. അപ്പോൾ നോക്കൂ, ഈ രണ്ട് വിഭാഗങ്ങൾ റബ്ബിനോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ വഴിതെറ്റിയിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗം അത് മുശ്രിക്കുകളാണ്, ശിർക്ക് സംഭവിച്ചവരാണ്. അവരെന്തു ചെയ്യുന്നു? അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു. അള്ളാഹു പറഞ്ഞത് നോക്കൂ നിങ്ങൾ, ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ജനങ്ങളിൽ ചില ആളുകളുണ്ട് അള്ളാഹുവിന് പുറമെ ചില സമന്മാരെ സ്വീകരിച്ചവർ. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അവരുടെ ഇലാഹുകളെ സ്നേഹിക്കുന്നു, റബ്ബിനെ സ്നേഹിക്കുന്നത് പോലെ അവർ സ്നേഹിക്കുന്നു. അള്ളാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, റബ്ബിന് പുറമെ അംബിയ ഔലിയായിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഇവരെ സ്നേഹിക്കുന്നു. അതിനുള്ള വലിയ അടയാളങ്ങളിലൊന്നാണ്, നിങ്ങൾ നോക്കൂ, അവരുടെ ആരാധ്യരായ ഇലാഹുകളെക്കുറിച്ച് വല്ലതും പറഞ്ഞാൽ, ഒരു വലിയനെക്കുറിച്ച് വല്ലതും ഒരാൾ പറഞ്ഞാൽ അവരങ്ങേയറ്റം ദേഷ്യം പിടിക്കുന്നത് കാണാം. അവർക്കത് വല്ലാത്ത പ്രയാസമുണ്ടാക്കുന്നതായി കാണാം. ആ വലിയൻ്റെ മക്ബറക്കര അരികിൽ ആരെങ്കിലും ഒരു മര്യാദയില്ലാത്ത പ്രവർത്തനം കാണിച്ചാൽ അവിടെ ചെരുപ്പിടാൻ പാടില്ല എന്ന് എഴുതി വച്ചിട്ടുണ്ട് എങ്കിൽ ഒരാൾ ചെരുപ്പിട്ട് കയറിയാൽ അവിടെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം, അവിടെ വാഹനത്തിന് മുകളിൽ കയറി സഞ്ചരിക്കാൻ പാടില്ല. ചില ദർഗകൾക്ക് മുന്നിൽ അങ്ങനെ നിയമമുണ്ടല്ലോ. അങ്ങനെ ആരെങ്കിലും അതിനെതിരാരെങ്കിലും പ്രവർത്തിച്ചാൽ അവരങ്ങേയറ്റം ദേഷ്യം പിടിക്കും. അതേസമയം ഇതേ ആൾ തന്നെ അള്ളാഹു ഹറാമാക്കിയത് വല്ലതും ആളുകൾ ചെയ്യുന്നത് കണ്ടാൽ അവൻ ആ ചൂടുണ്ടാവുകയില്ല. അതല്ല എങ്കിൽ അവൻ്റെ രോഷം വളരെ നിസാരമായിരിക്കും. എന്നാൽ ഈ പറയുന്ന അവൻ്റെ ഇലാഹുകൾക്ക് വേണ്ടി അവൻ കോപിക്കും. അവരുടെ കഴിവിനെ ആരെങ്കിലും തള്ളിപ്പറഞ്ഞാൽ അവൻ രോഷം കൊള്ളും. അതേസമയം റബ്ബിനെക്കുറിച്ച് അവൻ ഒരിക്കലും പറയാത്തത് പറയാൻ, റബ്ബിനോട് തേടുന്നത് പോലെ ഇവരോട് തേടാം എന്ന് പറയുമ്പോൾ അവൻ വീഴ്ച വരുത്തുന്നത് റബ്ബിനോടുള്ള ഹക്കിലാണ്, അള്ളാഹുവിൻ്റെ അവകാശത്തിലാണ് അവൻ വീഴ്ച വരുത്തുന്നത്. അതിലവൻ ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല.
അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ അവനൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. എന്നാൽ ഈ വലിയിൻ്റെ പേരിൽ സത്യം ചെയ്ത് കളവ് പറയാൻ അവൻ്റെ മുട്ടുകൾ വിറക്കും, അവൻ പേടിക്കും. ആരെയാണ് അവൻ കൂടുതൽ ബഹുമാനിക്കുന്നത്? ആരെയാണ് അവൻ കൂടുതൽ സ്നേഹിക്കുന്നത്? യാതൊരു സംശയവുമില്ല, ഒന്നുകിൽ അവൻ അള്ളാഹുവിനെ പോലെ ഇവരെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിനപ്പുറം അവൻ്റെ ഇലാഹുകളെ അവർ സ്നേഹിക്കുന്നു. എന്നാൽ മുഅ്മിനീങ്ങൾ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർ അള്ളാഹുവിനെയാണ് ഏറ്റവും ശക്തമായി സ്നേഹിക്കുന്നത്. മുശ്രിക്കുകൾ, ശിർക്കിലകപ്പെട്ടവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനേക്കാൾ പരിപൂർണമായ സ്നേഹം മുഅ്മിനീങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹു ആ മുഅ്മിനീങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമെല്ലാം സ്നേഹമുണ്ട് എന്ന് വാദിക്കാൻ വളരെ എളുപ്പമാണ്, അവകാശപ്പെടാൻ യാതൊരു പ്രയാസവുമില്ല. പക്ഷെ അത് സത്യസന്ധമായിരിക്കണം. റബ്ബിനോടുള്ള നമ്മുടെ സ്നേഹം സത്യസന്ധമാണോ എന്നളക്കാൻ, എന്ന് തിരിച്ചറിയാൻ രണ്ടടയാളങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു കാര്യവും നിൻ്റെ താല്പര്യവും പരസ്പരം എതിരു വന്നാൽ, അള്ളാഹു നിർബന്ധമാക്കിയ ഒരു കാര്യം അത് മുന്നിൽ വന്നു, എന്നാൽ അതിനെതിരായി നിൻ്റെ ഒരു ഇഷ്ടം വന്നിരിക്കുന്നു. നീ റബ്ബിൻ്റെ സ്നേഹത്തിനപ്പുറം നിൻ്റെ താല്പര്യത്തിന് ആണ് മുൻഗണന നൽകുന്നത്. അള്ളാഹുവിനോടുള്ള നിൻ്റെ സ്നേഹത്തിൽ നീ പൂർണ്ണത കൈവരിച്ചിട്ടില്ല എന്നതിനുള്ള തെളിവാണ്. രണ്ടാമത്തെ അടയാളം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏറ്റവും നന്നായി പിൻപറ്റുക എന്നതാണ്. ഈ രണ്ട് അടയാളങ്ങൾ അള്ളാഹുവിനോടുള്ള സ്നേഹം ശരിയാണോ അല്ലേ എന്ന് അളക്കാൻ നമുക്ക് ഇത് മുഖേന സാധിക്കും. പ്രിയമുള്ളവരെ, ഇതിലാളുകൾ 3 തരക്കാരാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 3 രൂപത്തിലാണ് ആളുകൾ ഈ വിഷയത്തിലുള്ളത്. ഒരു കൂട്ടർ അവൻ്റെ ഏത് താല്പര്യം ഉണ്ടോ അതിനാണ് മുൻതൂക്കം നൽകുക. അള്ളാഹും റസൂലും പറഞ്ഞത് അവൻ ഒരു കാര്യത്തിലും വിഷയമല്ല. തൻ്റെ മോഹവും റബ്ബ് പറഞ്ഞതും തമ്മിൽ ഏറ്റുമുട്ടിയോ അവൻ തൻ്റെ മോഹമല്ലാതെ ഒരിക്കലും തിരഞ്ഞെടുക്കുകയില്ല. എപ്പോഴും ഏത് സന്ദർഭത്തിലും ഇങ്ങനെ ഉള്ളവർ ഒരിക്കലും മുസ്ലിമീങ്ങളാവുകയില്ല. ഒരു മുസ്ലിമിന് ഒരിക്കലും അങ്ങനെ ആകാൻ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലും ഏത് വിഷയത്തിലും അള്ളാഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് വന്നാൽ അവൻ തൻ്റെ താല്പര്യമേതോ അത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മുസ്ലിം ഒരിക്കലും ഉണ്ടാവുകയില്ല. രണ്ടാമത്തേത്, അവൻ മുസ്ലിമാണ്, അള്ളാഹുവും റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് അവൻ ചെയ്യും. അതേസമയം ചില സന്ദർഭത്തിൽ ചില ഹറാമുകൾക്ക് മുന്നിൽ അവൻ വീണുപോകും. അവൻ തൻ്റെ താല്പര്യം അതിന് മുൻതൂക്കം നൽകിപ്പോകും. ചില വാജിബുകൾ തനിക്ക് പ്രയാസമുണ്ട് എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അത് തനിക്ക് ഇഷ്ടമല്ല എന്നതുകൊണ്ട് അവൻ ഒഴിവാക്കി പോകും. എല്ലാം അവൻ ഒഴിവാക്കുന്നില്ല. ഒരു മുസ്ലിം തന്നെയാണ്, പക്ഷേ അവൻ പാപിയാണ്, അവൻ തിന്മയിലകപ്പെട്ടിരിക്കുന്നു. അവൻ്റെ കാര്യം അപകടമാണ്. അള്ളാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം, അവനാണ് യഥാർത്ഥ മുഅ്മിൻ, ഈമാനിൻ്റെ വാജിബായ ഘടകം പൂർത്തീകരിച്ചവൻ. അള്ളാഹുവിനോടുള്ള സ്നേഹം, അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം, അതിനപ്പുറം അവൻ തൻ്റെ താല്പര്യങ്ങൾക്ക് വില കൊടുക്കുകയില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ ആരിലെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഈമാനിൻ്റെ മാധുര്യം അനുഭവിച്ചിരിക്കുന്നു. അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഒന്നാമത്തെ കാര്യം, അള്ളാഹും അവൻ്റെ റസൂലും മറ്റുള്ള സകലതിനേക്കാളും അവന് പ്രിയപ്പെട്ടതായിരിക്കണം. അള്ളാഹുവിനോടാണ്, അവൻ്റെ റസൂലിനോടാണ് ബാക്കിയുള്ളവരെക്കാളെല്ലാം അവന് സ്നേഹം. രണ്ടാമത്തേത്, വഅയ്യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അവനൊരുവനെ സ്നേഹിക്കുന്നു അള്ളാഹുവിന് വേണ്ടി മാത്രം, അള്ളാഹുവിന് വേണ്ടി മാത്രം അവൻ സ്നേഹിക്കുന്നു, മറ്റൊന്നിനും വേണ്ടിയല്ല. മൂന്നാമത്തെ കാര്യം, വഅയ്യക്റഹ അയ്യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അയ്യുഖ്ദഫ ഫിന്നാർ. അവൻ കുഫറിലേക്ക് തിരിച്ചു പോകുന്നത് വെറുക്കുന്നു. ഇസ്ലാമിലേക്ക് അള്ളാഹു അവന് ഹിദായത്ത് നൽകിയതിനു ശേഷം, കുഫറിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അതിലേക്ക് തിരിച്ചു പോവുക എന്നത് അവൻ അങ്ങേയറ്റം വെറുക്കുന്നു. തീയിലേക്ക് അവൻ വലിച്ചെറിയപ്പെടുന്നത് അവൻ എത്ര ഇഷ്ടപ്പെടുന്നില്ലയോ, എത്രമാത്രം അവൻ വെറുക്കുന്നുവോ അതുപോലെ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്, മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമാണ് അവർക്ക് ഏറ്റവും സ്നേഹം എന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം ആലോചിക്കേണ്ട
വളരെയധികം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നതിനോടൊപ്പം ഖുർആനിലും സുന്നത്തിലും ആവർത്തിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പരാമർശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണത്? അതിനു പിന്നിലെ പാഠങ്ങൾ എന്താണ്? അതിനു പിന്നിലുള്ള പ്രധാനപ്പെട്ട 2 പാഠങ്ങൾ പ്രിയമുള്ളവരെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക എന്നത്, അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നത്. ആ പാഠം അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുന്നു, നബിയുടെ സഹാബത്തിനെ നാം സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ മലായികത്തിനെ നാം സ്നേഹിക്കുന്നു, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നാം സ്നേഹിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് നമ്മെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സർവ്വജനങ്ങളെക്കാൾ ഉള്ള സ്നേഹമാണ്. പക്ഷേ അതുപോലും ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അപ്പോൾ റബ്ബിനോടുള്ള സ്നേഹം എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയോടുള്ള സ്നേഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതിന് ഈ വലിപ്പമുണ്ട് എങ്കിൽ റബ്ബിനോടുള്ള സ്നേഹം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന പാഠം പ്രിയമുള്ളവരെ അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലൊരാളും മുഅ്മിനാവുകയില്ല സ്വന്തം മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, സർവ്വജനങ്ങളെക്കാൾ അവൻ എന്നെ സ്നേഹിക്കാത്തിടത്തോളം, എന്നെ സ്നേഹിക്കുവോളം അവൻ മുഅ്മിനാവുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ചാലേ അവൻ മുഅ്മിനാകൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിയോട് പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഹിശാം റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, നബിയുടെ കൂടെ ഞങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിൻ്റെ കൈ പിടിച്ചിരുന്നു. ഉമർ പറഞ്ഞു, നബിയെ, എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ റബ്ബ് തന്നെ സത്യം. സത്യം ചെയ്തു പറയുകയാണ്, പോരാ ഉമർ, നിന്നെക്കാൾ നീ എന്നെ സ്നേഹിച്ചിരിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പൊങ്ങച്ചം പറയുന്നതല്ല, വലയ്യാദു ബില്ലാഹ്, മറിച്ച് ഇത് ഹക്കാണ്. അങ്ങനെ ആയാലേ ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതാ ഇപ്പോൾ എന്നെക്കാൾ താങ്കളെ ഞാൻ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ആന യാ ഉമർ, അതെ ഉമർ, ഇപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ശരിയായത്. ഈമാനിൻ്റെ നിർബന്ധമായ പൂർത്തീകരണം ഉമർ ഇപ്പോഴാണ് നിർവഹിച്ചത്. പ്രിയമുള്ളവരെ, എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സ്നേഹിക്കുന്നു, നബിയെ സ്നേഹിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. പോരാ, ഒരു മനുഷ്യന് എത്തിപ്പെടാവുന്ന പരിപൂർണമായ എല്ലാവിധ സൽസ്വഭാവങ്ങളുടെയും പൂർത്തീകരണം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഉള്ളത്. നബിയേക്കാൾ നല്ല ഒരു മനുഷ്യനെ നിനക്ക് കാണുക സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പോ നബിക്ക് ശേഷമോ. തീർന്നില്ല. അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന ഉപകാരം പോലെ നമുക്ക് മറ്റാര് ഉപകാരം ചെയ്തിട്ടുണ്ട്? ഈ ദീൻ ത്യാഗങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് വാൾത്തലപ്പുകൾ ഏറ്റുവാങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ലഖദ് മന്ന അല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വലിയ മിന്നത്ത്, അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു. അവരിൽ നിന്ന് തന്നെ ഉള്ള ഒരു റസൂലിനെ നിയോഗിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ റസൂൽ ഓതി തരുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു, നമുക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു തരുന്നു. ഈ സന്മാർഗം എത്തിയില്ല എങ്കിൽ നമ്മൾ തികഞ്ഞ വഴികേടിലാണ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ച ലോകത്തിൻ്റെ നായകന്മാരായി തീർന്ന സഹാബത്ത്, അവരുടെ ജാഹിലിയ്യത്തിലെ സ്ഥിതി എന്തായിരുന്നു? ആ ഉമ്മത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു? എവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ ഔദാര്യത്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കൈപിടിച്ചു കൊണ്ടുവന്നത്? ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ശിർക്കിൻ്റെ കുഫറിൻ്റെ അന്ധകാരത്തിൽ നിന്ന് ഈമാനിൻ്റെ തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക്, തിന്മകളുടെ വൃത്തികേടുകളുടെ ഇരുട്ടിൽ നിന്ന് നന്മകളുടെ എല്ലാവിധ നീതിയുടെയും വെളിച്ചത്തിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നയിച്ചു. അതുകൊണ്ട് ആ നബിയെ സ്നേഹിക്കുക, നബിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക, നബിയുടെ സുന്നത്തിന് വേണ്ടി വാദിക്കുക, സുന്നത്ത് മുറുകെ പിടിക്കുക, ബിദ്അത്തുകളെ
എതിർക്കുക, അവയെ തള്ളിക്കളയുക, അവക്കെതിരിലുള്ള പോരാളികളാവുക എന്നത് പ്രിയമുള്ളവരെ നബിയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ്. ആ പേര് കേട്ടാൽ സലാത്ത് ചൊല്ലുക, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബിക്ക് വേണ്ടി പ്രതിരോധം തീർക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിലുള്ള ആക്ഷേപങ്ങളോ മറ്റോ ഉണ്ട് എങ്കിൽ വിവരമില്ലാത്ത ആളുകൾ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശത്രുക്കൾ അത് പറഞ്ഞാൽ അവർക്ക് മറുപടി പറയുക. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത പറയുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിമാനത്തെ അതിന് ക്ഷതം വരുത്തുന്ന രൂപത്തിൽ സംസാരിക്കുന്ന ആളുകളെ, അവരെ സഹോദരങ്ങളെ അങ്ങേയറ്റം ഒരു മുഅ്മിൻ അകറ്റി നിർത്തുകയും അവരെ വെറുക്കുകയും ചെയ്യുന്ന ഒരു മുസ്ലിം യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ഉമ്മയെ ഉപ്പയെ ഒരാൾ വിമർശിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അത് നമുക്ക് മറുപടി പറയാം, അതല്ലെങ്കിൽ അതിൽ ശരിയുണ്ട് എങ്കിൽ നമുക്ക് തിരുത്താം. പക്ഷെ തെറി പറഞ്ഞാലോ, അവരുടെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയാലോ, സുബ്ഹാനല്ലാഹ്, എന്തായിരിക്കും നമ്മുടെ പ്രതികരണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ നമ്മുടെ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എല്ലാവരെക്കാളും നമുക്ക് വലുതാണ്. പടപ്പുകളിൽ ഏറ്റവും വലുതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെ മറ്റൊരാളെയും നാം സ്നേഹിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പാഠങ്ങൾ നാം അറിയുക. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമുള്ള സ്നേഹം ഹൃദയത്തിൽ നിറഞ്ഞവരായി തീരുക നാം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم عافنا واعف عنا يا أرحم الراحمين. اللهم عافنا وعافي أباءنا وأمهاتنا وبناتنا وأولادنا ونساءنا يا رب العالمين. صلى الله وسلم على نبينا محمد.